പെറുവിലെ സിയറ ഡെൽ ഡിവിസോർ ദേശീയോദ്യാനത്തിൽ 1310 അടി ഉയരമുള്ള സെറോ എൽ കോനോ എന്ന പിരമിഡ് ആകൃതിയിലുള്ള പർവ്വതം സ്ഥിതി ചെയ്യുന്നു. പ്രാദേശിക ഗോത്രങ്ങൾ ഈ പർവ്വതത്തെ ദൈവങ്ങൾക്ക് നിർമ്മിച്ചതായി വിശ്വസിക്കുന്നു. ചിലർ ഇത് മനുഷ്യനിർമ്മിതമാണെന്ന് കരുതുന്നു. ബ്രസീലിലെ ആക്രെ സംസ്ഥാനത്ത് 2000 വർഷം പഴക്കമുള്ള ജിയോഗ്ലിഫുകൾ കണ്ടെത്തി. ഈ ഭൂമിയിൽ കുഴിച്ച നിർമ്മിതികൾ പുരാതന ആമസോൺ സമൂഹങ്ങൾ ചടങ്ങുകൾക്കായി ഉപയോഗിച്ചിരുന്നുവെന്ന് കരുതുന്നു. ആമസോണിലെ ഗോത്രങ്ങൾ വിശ്വസിക്കുന്ന യാബുറുൻ വെള്ളത്തിനടിയിലെ നഗരങ്ങളിൽ താമസിക്കുന്ന ജലജീവികളാണ്. ഇവർ മനുഷ്യരെ ആകർഷിച്ച് തങ്ങളുടെ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു. മറ്റൊരു ജീവിയായ മാബിൻവാരി കാടിന്റെ രക്ഷാധികാരിയായി കരുതപ്പെടുന്നു. 1925 ബ്രിട്ടീഷ് ഗവേഷകൻ പെർസി ഫോസറ്റ് ചോവ നഗരം എന്ന പുരാതന നഗരത്തെ കണ്ടെത്താൻ ആമസോണിൽ യാത്ര ചെയ്തു. എന്നാൽ അദ്ദേഹം തിരികെ വന്നില്ല. പിന്നീട് നടത്തിയ ഗവേഷണങ്ങൾ ആമസോണിൽ പുരാതന നഗരങ്ങൾ ഉണ്ടായിരുന്നുവെന്ന ആശയം ശക്തിപ്പെടുത്തുന്നു. ലിഡാർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആമസോണിൽ മനുഷ്യനിർമ്മിത ഘടനകൾ കണ്ടെത്തുന്നു. ഈ കണ്ടെത്തലുകൾ ആമസോണിന്റെ ചരിത്രത്തെ പുനരാലോചിക്കാൻ സഹായിക്കുന്നു. ആമസോൺ മഴക്കാടുകൾ പ്രകൃതിയുടെ അത്ഭുതങ്ങളാൽ മാത്രമല്ല, മനുഷ്യരുടെ ചരിത്രവും സംസ്കാരവും രഹസ്യങ്ങളും കൊണ്ടും സമ്പന്നമാണ്. ഈ കാടുകൾ നമ്മെ അത്ഭുതപ്പെടുത്താൻ തുടരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ രഹസ്യങ്ങളുമായി വീണ്ടും കാണാം.